ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ചീഫ് സെക്രട്ടറിമാരുടെ മൂന്നാമത് ദേശീയ സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് കോവിഡ് കേസുകളിൽ നേരിയ വർധന. കഴിഞ്ഞ 24 മണിക്കൂറിൽ 702 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും നാളെ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ് നടനും DMDK നേതാവുമായ വിജയ്കാന്ത് അന്തരിച്ചു. ഇന്ത്യയ്ക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റ് ആദ്യ ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്കയുടെ ബാറ്റിംഗ് അല്പസമയത്തിനകം പുനരാരംഭിക്കും. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ക്രിക്കറ്റ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ചീഫ് സെക്രട്ടറിമാരുടെ മൂന്നാമത് ദേശീയ സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഭരണ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് 3 ദിവസത്തെ സമ്മേളനത്തിന് ഇന്നലെ തുടക്കമായത്. ഈസ് ഓഫ് ലിവിംഗ് എന്ന പ്രമേയത്തിലൂന്നിയുള്ള സമ്മേളനത്തിന് പ്രധാനമന്ത്രി ഇന്നും നാളെയും അധ്യക്ഷത വഹിക്കും. കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ, ചീഫ് സെക്രട്ടറിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 200-ലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സർക്കാരിന്റെ പൊതുവിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലൂടെ ഗ്രാമീണ നഗര ജനവിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. വൈദ്യുതി, കുടിവെള്ളം, ആരോഗ്യം, സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾക്കും സൈബർ സുരക്ഷ, നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ തുടങ്ങിയ വിഷയങ്ങൾക്കും സമ്മേളനം ഊന്നൽ നൽകും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തി. അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള നിരവധി വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരും വർഷം റഷ്യ സന്ദർശിക്കുന്നതിനായി വ്ളാഡിമിർ പുടിൻ ക്ഷണിച്ചു. വിശദാംശങ്ങളിലേക്ക്. റഷ്യൻ സന്ദർശനം തുടരുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, ഉപപ്രധാനമന്ത്രി ഡെനിസ് മാന്ദ്രോവ് ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. യുക്രൈൻ വിഷയം, ഇസ്രായേൽ ഗാസ സംഘർഷം തുടങ്ങിയ വിഷയങ്ങൾ റഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ അറിയിച്ചു. സാമ്പത്തിക, സൈനിക മേഖലകളിലെ സഹകരണം, വ്യാപാരം എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണയിലും നേതാക്കൾ ഒപ്പുവച്ചു. ഇന്ത്യ റഷ്യ സഹകരണം ശക്തവും സ്ഥിരതയാർന്നതുമാണെന്ന് ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. നയതന്ത്ര പങ്കാളിത്തം, ഭൌമ രാഷ്ട്രീയ താൽപര്യങ്ങൾ എന്നിവയിലൂന്നിയ ബന്ധമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ളത്. ഇന്ത്യ റഷ്യ വാണിജ്യം എക്കാലത്തെയും ഉയർന്ന നിരക്കായ $50 ബില്യൺ പിന്നിട്ടതായും അദ്ദേഹം അറിയിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം പുരോഗതി പ്രാപിക്കുകയാണെന്നും ഐക്യരാഷ്ട്രസഭ, ബ്രിക്സ്, ഷാങ്ഹായ് തുടങ്ങിയ അന്താരാഷ്ട്ര വേദികളിൽ ഇത് പ്രകടമാണെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. കൂടംകുളം ആണവോർജ്ജ പദ്ധതിയുടെ കൂടുതൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട 2 സുപ്രധാന കരാറുകളിലും ഇന്ത്യയും റഷ്യയും ഒപ്പുവച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് കേസുകളിൽ നേരിയ വർധന. ഇന്നലെ 702 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 385 കേസുകൾ കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ 103 പേർക്കും മഹാരാഷ്ട്രയിൽ 87 പേർക്കും തമിഴ്നാട്ടിൽ 38 പേർക്കും കഴിഞ്ഞ 24 മണിക്കൂറിൽ രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് 4150 സജീവ കോവിഡ് കേസുകളാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഉള്ളത്. ഇതിൽ 2799 കേസുകൾ കേരളത്തിലാണ്. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് ഡൽഹി എയിംസിൽ കോവിഡ് നിരീക്ഷണത്തിനും ചികിത്സയ്ക്കുമായി പ്രത്യേക OP സംവിധാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. പ്രശസ്ത തമിഴ് നടനും DMDK നേതാവുമായ വിജയ്കാന്ത് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. അസുഖബാധിതനായിരുന്ന വിജയ്കാന്ത് കഴിഞ്ഞ കുറച്ചുകാലമായി ചികിത്സയിലായിരുന്നു. കോവിഡ് ബാധിതനായതിനെ തുടർന്ന് ആരോഗ്യനില ഗുരുതരമായതിനാൽ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. 2006 മുതൽ 2016 വരെ തമിഴ്നാട് നിയമസഭാംഗമായിരുന്ന അദ്ദേഹം 2011-16 കാലയളവിൽ പ്രതിപക്ഷ നേതാവുമായിരുന്നു. 150-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹം 2005-ലാണ് ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത്. വിജയ്കാന്തിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി. തമിഴ് സിനിമാ ലോകത്തെ ഇതിഹാസമായ അദ്ദേഹം രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ പൊതുസേവനത്തിനായി പ്രതിജ്ഞാബദ്ധനായി പ്രവർത്തിച്ചിരുന്നതായി ശ്രീ മോദി അനുശോചന സന്ദേശത്തിൽ കുറിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും നാളെ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. നാളെ വൈകുന്നേരം 4 മണിക്ക് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി ഇടതുമുന്നണി ധാരണ പ്രകാരമാണ് കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിലേക്ക് എത്തുന്നത്.
ചടങ്ങിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുക്കും. 1000 പേർക്ക് ഇരിക്കാവുന്ന പന്തലാണ് രാജ്ഭവനിൽ ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ചേർന്ന ഇടതുമുന്നണി യോഗമാണ് മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിലും പര്യടനം തുടരുന്നു. ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഗ്യാസ് കണക്ഷൻ വിതരണം, കർഷകർക്ക് ഡ്രോൺ പ്രദർശനം, വീഡിയോ പ്രദർശനം തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി പുരോഗമിക്കുകയാണ്. സങ്കൽപ് യാത്ര ഇന്ന് കോട്ടയത്ത്, കൂരോപ്പട, പാമ്പാടി ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം നടത്തും. കണ്ണൂർ ജില്ലയിൽ ഇന്ന് തില്ലങ്കേരി, മാലൂർ പഞ്ചായത്തുകളിൽ യാത്ര എത്തിച്ചേരും. നഗരസഭകളിലെ പര്യടനത്തിൽ രാവിലെ ശ്രീകണ്ഠപുരം ടൌണിലും ഉച്ചയ്ക്ക് ശേഷം ഇരിട്ടി പാലത്തിന് സമീപവും യാത്ര എത്തിച്ചേരും. യാത്ര എറണാകുളം ജില്ലയിൽ ഇന്ന് രാവിലെ ഇലഞ്ഞിയിലും ഉച്ചകഴിഞ്ഞ് മണീട് ഗ്രാമപഞ്ചായത്തിലും പര്യടനം നടത്തും. മറ്റു ജില്ലകളിലും വിവിധയിടങ്ങളിൽ യാത്രാ പര്യടനം തുടരുകയാണ്. ലക്ഷദ്വീപിലും യാത്ര പുരോഗമിക്കുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് തുടരുന്നു. ഡൽഹി, പഞ്ചാബ്, UP, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ 2 ദിവസം കൂടി മൂടൽമഞ്ഞ് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. ഒഡീഷ, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും നാളെയും മൂടൽമഞ്ഞ് അനുഭവപ്പെടും. ജമ്മു കാശ്മീർ, ലഡാക്ക്, ഹിമാചൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിൽ ഈ മാസം 30, 31 തീയതികളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തൂത്തുക്കുടി, കന്യാകുമാരി, രാമനാഥപുരം, തിരുനെൽവേലി ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ വെള്ളപ്പൊക്ക കെടുതി നേരിടുന്ന പ്രദേശങ്ങൾ ആണ് ഇവ. ഡൽഹിയിൽ അതിശൈത്യവും മൂടൽമഞ്ഞും ജനജീവിതത്തെ ബാധിച്ചു. 8.4 ഡിഗ്രി സെൽഷ്യസാണ് ഇന്ന് രാവിലെ രേഖപ്പെടുത്തിയ കുറഞ്ഞ താപനില. കനത്ത മൂടൽമഞ്ഞ് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. 22 ട്രെയിൻ സർവീസുകൾ ഇതേ തുടർന്ന് വൈകി. MPhil കോഴ്സുകൾ അംഗീകൃത ബിരുദമല്ലാത്ത സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകി യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. MPhil കോഴ്സിലേക്ക് 2023-24 അധ്യയന വർഷത്തിൽ പ്രവേശനം നടത്താൻ പാടില്ലെന്ന് സർവകലാശാലകൾക്ക് UGC മുന്നറിയിപ്പ് നൽകി. എന്നാൽ 2022 പുതിയ നിയന്ത്രണങ്ങൾ പുറപ്പെടുവിച്ചതിന് മുൻപ് വരെ നൽകിയ MPhil ബിരുദം സാധുവായി തുടരും. അടുത്ത മാസം 3-ാം തീയതി തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് മുന്നിൽ മിനി പൂരമൊരുക്കാൻ പാറമേക്കാവ് ദേവസ്വം. ജനുവരി 3-ന് റോഡ് ഷോ സംഘടിപ്പിക്കുന്ന അവസരത്തിൽ പൂരമൊരുക്കാൻ സുരക്ഷാ അനുമതി തേടി. അനുമതി ലഭിച്ചാൽ 15 ആനകളുടെ അകമ്പടിയോടെ മിനി പൂരമൊരുക്കും. പൂരം പ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം. അസമിലെ തേസ്പൂർ സർവകലാശാലയിൽ ഈ മാസം 31-ന് നടക്കുന്ന 21ാമത് ബിരുദദാന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. വിവിധ കോഴ്സുകളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് കേന്ദ്രമന്ത്രി ബിരുദങ്ങളും ഡിപ്ലോമകളും സമ്മാനിക്കും. സപ്ലൈകോ വിൽപ്പനശാലകളിലെ 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിക്കുന്നതിനായി നിയമിച്ച 3-അംഗ വിദഗ്ധ സമിതി മന്ത്രി GR അനിലിന് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം തീരുമാനമെടുക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചൂറിയനിൽ നടക്കുന്ന ഫ്രീഡം ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ഇന്ത്യയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്കയുടെ ബാറ്റിംഗ് അല്പസമയത്തിനകം പുനരാരംഭിക്കും. 2-ാം ദിനം കളി നിർത്തുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 256 റൺസ് എന്ന നിലയിലായിരുന്നു ദക്ഷിണാഫ്രിക്ക. 11 റൺസിന്റെ ആദ്യ ഇന്നിംഗ്സ് ലീഡും ദക്ഷിണാഫ്രിക്ക നേടിയിരുന്നു. ഇന്നലെ 8 വിക്കറ്റ് നഷ്ടത്തിൽ 208 എന്ന സ്കോറിൽ 1-ാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ഇന്ത്യ 245 റൺസിന് പുറത്താവുകയായിരുന്നു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ക്രിക്കറ്റ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-നാണ് മത്സരം. ഹർമൻപ്രീത് കൌർ ആണ് ഇന്ത്യൻ ടീമിനെ നയിക്കുക. തായ്വാന്റെ മേലുള്ള ചൈനയുടെ അവകാശവാദം ആവർത്തിച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. തായ്വാനും ചൈനയുമായുള്ള പുനരേകീകരണം അനിവാര്യമാണെന്ന് ഷീ ജിൻപിങ് വ്യക്തമാക്കി. അടുത്ത മാസം തായ്വാനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ചൈന നിലപാട് ആവർത്തിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ചീഫ് സെക്രട്ടറിമാരുടെ 3ാമത് ദേശീയ സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് കോവിഡ് കേസുകളിൽ നേരിയ വർധന. കഴിഞ്ഞ 24 മണിക്കൂറിൽ 702 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും നാളെ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ് നടനും DMDK നേതാവുമായ വിജയ്കാന്ത് അന്തരിച്ചു. ഇന്ത്യയ്ക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റ് ആദ്യ ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്കയുടെ ബാറ്റിംഗ് അല്പസമയത്തിനകം പുനരാരംഭിക്കും. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ക്രിക്കറ്റ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.